നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓൺലൈൻ വഴി പ്രോഡക്റ്റുകൾ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കുറെ പ്രോഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് കുറേ അധികം പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് മറ്റുള്ളവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെ വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അരമണിക്കൂറോ മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ ക്ലാസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കൂട്ടത്തിൽ അതും കൂടെ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് അവസാനിപ്പിക്കുക. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇന്ന് തുടങ്ങാം. നമ്മൾ സ്ഥിരം വഴിയോരങ്ങളിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ചെറുകിട വ്യാവസായിക യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ കരകൗശല വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ വഴിയോരങ്ങളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. നമ്മളിപ്പോൾ കാണുന്ന എക്സാമ്പിളിൽ 2.5 കിലോ വാഴപ്പഴം വെറും 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എന്നാൽ ഇതേ പ്രോഡക്റ്റ് വാല്യൂ ആഡ് ചെയ്തിട്ട് ആൾക്കാർ ഓൺലൈനിൽ വിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബനാനയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആണ് ബനാന ചിപ്സ്. അത് നമുക്ക് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 600-650 റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്ന എക്സാമ്പിളിൽ 1 കിലോ ബനാന ചിപ്സിന് 599 രൂപയാണ് വില കാണിക്കുന്നത്. എന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള ബേക്കറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ആൾക്കാർ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പീസുകൾ ഓരോ മാസവും ആമസോണിലൂടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പം കൂടെ പ്രീമിയം വില കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വളരെ പെട്ടെന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെയുള്ള ഏത് കോടിക്കണക്കിന് കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റ് അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഓപ്പൺ ചെയ്തിട്ട് അത് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഷോപ്പുകൾ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഷോപ്പുകൾക്ക് ഒരു പരിധിയുണ്ട്. പിന്നെ അടുത്ത പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് നിലവിൽ എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഭംഗമൊന്നും വരാതെ തന്നെ അതോടൊപ്പം തന്നെ ഇത് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അതിനുശേഷം പിന്നീട് നമുക്ക് അത് വളർന്ന് വലുതാകുമ്പോൾ ഫുൾ ടൈം ആയിട്ട് മാറ്റുകയും ചെയ്യാം. പിന്നെ നമ്മുടെ വീടിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ തുടങ്ങാൻ പറ്റും. ഇത്തരത്തിൽ ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രത്യേകിച്ച് ഷോപ്പോ ഫാക്ടറിയോ വെയർഹൗസോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ എടുത്തിട്ട് നമുക്കത് തുടങ്ങാനായിട്ട് സാധിക്കും. പണം ചിലവ് കുറവാണ്. ഇങ്ങനെയുള്ള വളരെ അധികം പ്രത്യേകതകളുണ്ടെങ്കിലും എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി പ്രോഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ പൈസ സമയത്തിന് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇന്നൊരു പ്രോഡക്റ്റ് ഓർഡർ വന്നു, നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അതിന് പൈസ എപ്പോഴാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് പ്ലാൻ ചെയ്യാനും സാധിക്കും. എന്നാൽ നമ്മൾ ഷോപ്പുകൾ വഴി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കടം കൊടുക്കേണ്ടതായിട്ട് വരും, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പലതവണ നടക്കേണ്ടതായിട്ട് വരും, അതിൽ കുറച്ച് കിട്ടിയില്ല എന്നൊക്കെ വരും. എന്നാൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഓൺലൈനിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ കാണുന്ന ഒരു പത്രവാർത്തയാണ്. അതിൽ പറയുന്നത് ഒരു വർഷത്തിനിടെ കേരളത്തിൽ 10,000-ഓളം ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം കച്ചവടം ഇല്ല. കച്ചവടം കുറഞ്ഞതിന് ഒരുപാട് കാരണങ്ങൾ ഈ വാർത്തയിൽ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായിട്ട് പറയുന്നത് ആൾക്കാർ ഓൺലൈൻ വഴി കൂടുതൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ അവര് തൊട്ടടുത്തുള്ള ഷോപ്പിലെ വിലയും അതുപോലെ തന്നെ ഓൺലൈനിലെ വിലയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഓൺലൈനിലാണ് വില കുറവെന്ന് കാണുന്ന സമയങ്ങളിലെല്ലാം അവർ ഓൺലൈനാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ആമസോണിന്റെ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസിന്റെ ഒരു കോട്ടാണ്. അദ്ദേഹം പറയുന്നത് ഓൺലൈനിൽ വിൽക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ് എന്നാണ്. അതായത് നമുക്ക് എന്ത് പ്രോഡക്റ്റോ സർവീസോ ആണെന്നുണ്ടെങ്കിലും ഓൺലൈനിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, സെയിൽസ് നടത്താൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തത് ഫ്രഷ് ടു ഹോമിന്റെ സ്ഥാപകനായിട്ടുള്ള മാത്യു ജോസഫ് പറയുന്നത് ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ബിസിനസ് ഓൺലൈനിൽ ചെയ്യാമെങ്കിൽ ലോകത്തിലെ എല്ലാ ബിസിനസ്സും ഓൺലൈനിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് മീൻ കച്ചവടമാണ്. അദ്ദേഹം ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി മീനും ഒക്കെ ഓൺലൈൻ വഴി വിപണനം നടത്തുന്ന ഒരു സംരംഭകനാണ്. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കൊച്ചിയിൽ ഒരു ദിവസം വൈകുന്നേരം വരുന്ന മീന് പിറ്റേന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് ഡൽഹിയിലുള്ള അവരുടെ കസ്റ്റമറുടെ അടുക്കളയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ള മീന് കേടുകൂടാതെ ഇത്രയും ദൂരം വളരെ പെട്ടെന്ന് അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മാസങ്ങളോ വർഷങ്ങളോ കേടുകൂടാതെ ഇരിക്കുന്ന പ്രോഡക്റ്റുകൾ ഓൺലൈൻ വഴി മാർക്കറ്റ് ചെയ്തുകൂടാ. ഇനി നമ്മൾ കാണുന്നത് ഓൺലൈൻ വഴി
പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളാണ് ഇന്ത്യയിലെ കസ്റ്റമർ പ്രധാനമായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ആമസോൺ. ആമസോണിന്റെ ഇന്ത്യയിലെ സൈറ്റ് amazon.in എന്നുള്ളതാണ്. അതുകൂടാതെ ആമസോൺ ബിസിനസ് എന്ന പേരിൽ ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റുകൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരു സൈറ്റ് കൂടെ അവരുടേതായിട്ടുണ്ട്. അതുപോലെ ആമസോണിന് സ്വന്തമായിട്ട് ഒരു കൊറിയർ കമ്പനി ഉണ്ട്, ATS എന്നാണ് അതിന്റെ പേര്. അത് ഉപയോഗിച്ചിട്ടാണ് സെല്ലർമാരുടെ പ്രോഡക്റ്റുകൾ കളക്ട് ചെയ്തിട്ട് ആമസോൺ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ആമസോണിന്റെ ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രസൻസ്. ഇനി ആമസോൺ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്കാർട്ട്.com എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട സൈറ്റ്. അതുകൂടാതെ മിന്ത്ര, ബെസ്റ്റ് പ്രൈസ്, ജബോങ്, ഷോപ്സി പോലെയുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളുടെ അവരുമായിട്ട് ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിനും ഒരു കൊറിയർ കമ്പനി ഉണ്ട് സ്വന്തമായിട്ട്, ഇ-കാർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇനി ഫ്ലിപ്കാർട്ട് 2007 ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള 2 സംരംഭകർ ചേർന്ന് തുടങ്ങിയതാണ്. എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഒന്നായിട്ട് വളരെ പെട്ടെന്ന് അവർ വളർന്നു വന്നു. 2018 അമേരിക്ക റീറ്റെയിൽ ഭീമനായിട്ടുള്ള വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിന്റെ ഭൂരിഭാഗം ഓഹരികളെ ഏറ്റെടുത്തു. ഇപ്പോൾ വാൾമാർട്ടാണ് ഫ്ലിപ്കാർട്ടിന്റെ ഉടമസ്ഥര്. അതുപോലെ ആമസോൺ ഇന്ത്യയിലേക്ക് വരുന്നത് 2013 വെറും 100 സെല്ലർമാരുമായിട്ടായിരുന്നു അവര് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 16 ലക്ഷത്തിലധികം സെല്ലർമാരും കോടിക്കണക്കിന് കസ്റ്റമേഴ്സുമുള്ള വലിയ പ്ലാറ്റ്ഫോമായിട്ട് അവർക്ക് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 17 കോടിയിലധികം പ്രോഡക്റ്റുകൾ ആമസോണിന്റെ വെബ്സൈറ്റുകളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 180ലധികം രാജ്യങ്ങളിലേക്ക് ആമസോണിന്റെ പ്രോഡക്റ്റുകൾ എത്തുന്നുണ്ട്. പിന്നെ ആമസോണിന് വ്യത്യസ്ത രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈറ്റുകളുണ്ട്. amazon.in ഇന്ത്യയിലെയാണ്, amazon.com അമേരിക്കയാണ്, അതുപോലെ ആമസോൺ UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UK ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ജപ്പാൻ ഉണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആമസോണിന്റെ സൈറ്റുകൾ ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് നമ്മൾ ഓൺലൈൻ വഴി ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റുകളും ലൈസൻസുകളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം പുസ്തകങ്ങൾ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകളല്ല ഇലക്ട്രോണിക്സോ ക്ലോത്തിങ്ങോ ഫർണിച്ചറോ ടോയ്സോ വിൽക്കാനായിട്ട് ആവശ്യമായിട്ട് വരിക. അതുപോലെ ഫുഡ് പ്രോഡക്റ്റുകൾ വിൽക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വീണ്ടും ഡോക്യുമെന്റുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണ് ഓൺലൈൻ വഴി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാം. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നവരെ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത്, അതായത് ഞാൻ സീരിയസ് ആയിട്ട് ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ സ്വന്തം ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴിയോ ഒരു ബിസിനസ് പോലെ നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഡോക്യുമെന്റുകൾ ബാധകം. അല്ലാതെ നമ്മൾ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒരു പാർട്ട് ടൈം എന്നൊക്കെ ഉള്ള രീതിയിൽ, ഒരു ഹോബി എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതില്ലാതെയും ആൾക്കാർ ചെയ്യുന്നുണ്ടാകും. എന്നാൽ നമ്മളൊരു സീരിയസ് ബിസിനസ് എന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇനി പറയുന്ന ഡോക്യുമെന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തെ 2 ഡോക്യുമെന്റുകൾ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡുമാണ്. അത് നമ്മുടെ കയ്യിൽ ആൾറെഡി ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ട് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കറണ്ട് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പാൻ കാർഡിന്റെ കേസും അങ്ങനെയാണ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പാൻ കാർഡ് ഉപയോഗിക്കാം. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ മറ്റോ ഉള്ള ആൾക്കാർക്ക് അതിന്റെ പാൻ കാർഡ് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2 ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും. പുസ്തകങ്ങൾക്ക് GST ബാധകമല്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ഞാനൊന്ന് വായിക്കാം. കിച്ചൺ കണ്ടെയ്നർ സെറ്റ്, ഹെർബൽ പ്രോഡക്റ്റുകൾ, സ്റ്റേഷനറി, മെഡിസിൻസ്, അപ്പാരൽസ് ആൻഡ് ഫാഷൻസ്, കോസ്മെറ്റിക്സ്, ആയുർവേദിക്, ഹോം ഇംപ്രൂവ്മെന്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, LED പ്രോഡക്റ്റുകൾ, ഫുഡ് പ്രോഡക്റ്റുകൾ, ഇലക്ട്രോണിക്സ്, കോസ്മെറ്റിക്സ്, ഹോംലി ഫുഡ് പ്രോഡക്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ GST ബാധകമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് അത് വെക്കണം എന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ വേണം. GST രജിസ്ട്രേഷൻ എടുക്കുന്നതും സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിന്റെ പേരിൽ എടുക്കാം, ഷോപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പേരിലും എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമ്മുടെ ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ടാക്സ് കൺസൾട്ടന്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് GST അപ്ലൈ ചെയ്ത് തരും. ഗവൺമെന്റ് ഫീസൊന്നും ഇല്ല. ആ കൺസൾട്ടന്റ് ഒരു 500,000 രൂപ മാത്രമേ അതിന് ഫീസ് വരത്തുള്ളൂ. ഇനി GSTക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഡോക്യുമെന്റുകൾ നമ്മുടെ ഫോട്ടോ വേണം, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ നമ്മളുടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 4-5 പ്രോഡക്റ്റുകളുടെ പേര് വിവരങ്ങൾ കൊടുക്കണം.
പിന്നെ നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിന്റെ ടാക്സ് അടച്ച റെസിപ്റ്റ്, ഷോപ്പില്ലെങ്കിൽ വീട് വെച്ചിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീടിന്റെ ബിൽഡിംഗ് ടാക്സ് അടച്ച റെസിപ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോപ്പി, പിന്നെ നമ്മുടെ വീടിന്റെ അഡ്രസ്സ്, വീടിന്റെ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് GST അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് GST രജിസ്ട്രേഷൻ കിട്ടും. ഓൺലൈനിൽ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ GST ആണ് എടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫുഡ് പ്രോഡക്റ്റുകൾ വിൽക്കുന്നവര് GSTക്ക് പുറമെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ കൂടെ എടുക്കണം. അത് അക്ഷയ വഴി എടുക്കാൻ പറ്റും. ഒരു വർഷത്തേക്ക് 100 രൂപയാണ് FSAയുടെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് ഫീസ് ആയിട്ട് വരിക. ഒരു വർഷത്തേക്ക് മാത്രമായിട്ടോ ഒരു 4-5 വർഷത്തേക്ക് ഒന്നിച്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സെയിം ഡോക്യുമെന്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ സെയിം ഡോക്യുമെന്റുകൾ തന്നെയാണ് FSA രജിസ്ട്രേഷനും അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ട്രേഡ് മാർക്ക് നിർബന്ധമുള്ളതല്ല എങ്കിലും നമ്മളൊരു സീരിയസ് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് മാർക്ക് എടുത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ട്രേഡ് മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് മാർക്ക് എടുത്തു കൊടുക്കുന്ന കൺസൾട്ടന്റുമാരുണ്ട്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പൊ ഉജാല അല്ലെങ്കിൽ വി ഗാർഡ് പോലെയൊക്കെയുള്ള പേരുകള്, സിമിലർ പ്രോഡക്റ്റുകൾ പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരുകൾ, ഉജാലയുടെ വി ഗാർഡിന്റെ പേരുകൾ അതിന്റെ ഓണർമാര് ആൾറെഡി ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ അത് നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു പിന്നെ സോപ്പ്, ഹെർബൽ സോപ്പാണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് കൈരളി സോപ്പ് എന്ന് പറഞ്ഞിട്ട് ആ പേര് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും, ഇപ്പൊ മറ്റാരും എടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫീസ് ഒക്കെ 4500 രൂപ വരുന്നുണ്ട്. പിന്നെ ആ കൺസൾട്ടന്റ് ഫീസും ഒക്കെ ചേർത്തിട്ട് 6000-7000 രൂപയൊക്കെ മിനിമം വരും. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ അതൊരു സീരിയസ് ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. പിന്നെ അടുത്തത് ഡ്രഗ് ലൈസൻസ് ആണ്. ഡ്രഗ് ലൈസൻസ് ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളൊക്കെ, ആയുർവേദിക് മരുന്നുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിൽക്കുകയാണെങ്കിലാണ് ഡ്രഗ് ലൈസൻസ് വേണ്ടത്. അത് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ജില്ലാതല ഓഫീസ് വഴി എടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഹെർബൽ പ്രോഡക്റ്റ് പറഞ്ഞു. അപ്പം ഒരു ഹെയർ ഓയിൽ, സാധാ ഹെയർ ഓയിൽ, അതിനകത്ത് കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രഗ് ലൈസൻസ് വേണ്ട, GST മാത്രം മതിയാകും. പിന്നെ അടുത്തത് പാക്കർ ലൈസൻസ്. പാക്കർ ലൈസൻസ് ഇപ്പൊ ഓൺലൈനിൽ നിർബന്ധമല്ല, എന്നാലും ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഓൺലൈനിൽ വിൽക്കുന്ന അതേ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പുകൾ വഴി വിൽക്കുന്നുണ്ടെങ്കിൽ പാക്കർ ലൈസൻസ് എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓൺലൈനിൽ അത് ചോദിച്ച് തുടങ്ങിയിട്ടില്ല. പിന്നെ ലേബലിംഗ്, നമ്മൾ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ലേബലുകൾ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അത് നമ്മുടെ ടൗണിൽ തന്നെയുള്ള പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കൊക്കെ ചെയ്ത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രാഫിക് ഡിസൈൻസ് ഉണ്ടാവും, അവരെ കൊണ്ട് നമുക്ക് ചെയ്തെടുപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡോക്യുമെന്റുകൾ വേണം എന്നുള്ളത് ഞാൻ നോക്കാം. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, GST മിക്കവാറും എല്ലാ പ്രോഡക്റ്റുകൾക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ, ചില കോസ്മെറ്റിക്സിന് അവർ ഡ്രഗ് ലൈസൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കെമിക്കൽസ് ഒക്കെ അതിനകത്ത് ആണ് ചെയ്യുന്നതിന്റെ ബേസിനനുസരിച്ച്. ഫുഡ് പ്രോഡക്റ്റുകൾക്ക് FSAയുടെ രജിസ്ട്രേഷൻ വേണം. ആയുർവേദിക് പ്രോഡക്റ്റുകൾ, അത് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ ഡ്രഗ് ലൈസൻസ് വേണ്ട. ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളൊക്കെ ആണെങ്കിൽ ഡ്രഗ് ലൈസൻസ് വേണ്ടതായിട്ട് വരും. ഹെർബൽ പ്രോഡക്റ്റുകൾ, ഇപ്പൊ ഹെർബൽ ഹെയർ ഓയിലോ ഹെർബൽ ഷാമ്പുവോ ഹെർബൽ പിന്നെ സോപ്പോ പോലെയൊക്കെയുള്ള പ്രോഡക്റ്റുകളാണ്. അതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിനും ഡ്രഗ് ലൈസൻസ് ആവശ്യമായിട്ട് വരാറില്ല. ഫുഡ് പ്രോഡക്റ്റിന് നമ്മൾ പിന്നെ പാക്ക് ചെയ്തിപ്പോ ഒരു അച്ചാറ് പാക്ക് ചെയ്തിട്ട് 250 ബോട്ടിൽ, 500 ബോട്ടിലൊക്കെ ആയിട്ട് ഷോപ്പുകൾ വഴി നമ്മൾ വിൽക്കുകയാണെങ്കിൽ പാക്കർ ലൈസൻസ് എടുക്കണം. 1000 രൂപയാണ് ഇതിന് ഏകദേശം ചെലവ് വരിക. എന്നാൽ ഓൺലൈനിൽ പാക്കർ ലൈസൻസ് ചോദിക്കാറില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഉള്ളവരെ ചോദിക്കുക, അതിനകത്ത് എഴുതിയിടുക. ഞാനത് അവസാനം എല്ലാം കൂടെ ഒന്നിച്ച് അറ്റൻഡ് ചെയ്തോളാം. ഇപ്പൊ അടുത്ത സ്ലൈഡുകളിൽ കൂടെ പോവുകയാണ്. ഇനി നമ്മള് ഇപ്പം നമ്മുടെ സ്വന്തം കയ്യിൽ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് പിന്നെ ഓൺലൈൻ വഴി വിൽക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് പ്രോഡക്റ്റുകൾ സ്വന്തമായിട്ടില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളെങ്കിൽ നമുക്ക് അതിന്റെ ഐഡിയാസ് ആമസോണിൽ നിന്നൊക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആമസോണിലൊക്കെ ഒരു പ്രോഡക്റ്റിന്റെ ഐഡിയക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രോഡക്റ്റ് വെയിറ്റ് കുറഞ്ഞിരുന്നത് നന്നായിരിക്കും.
ഓക്കെ, കാരണം നമുക്ക് ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ സൈസ് കുറവായിരുന്നാലും നന്നായിരിക്കും, അതും ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കും. സൈസ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കുറവാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഡാമേജ് ആകാനോ പൊട്ടിപ്പോകാനോ ഒക്കെ ഉള്ള സാധ്യതയുള്ളതും കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും തുടക്കത്തിൽ. ഇപ്പോൾ മൺപാത്രങ്ങൾ പോലും ആൾക്കാർ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നുണ്ട്. എന്നാൽ തുടക്കത്തിൽ അങ്ങനെയുള്ള ഡാമേജ് വരുന്ന സാധ്യതകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അത്യാവശ്യം മാർജിൻ ലാഭം കിട്ടുന്ന പ്രോഡക്റ്റുകളായിരിക്കണം. അതുപോലെ ആൾക്കാർ ഓൺലൈൻ വഴി വാങ്ങാൻ താല്പര്യപ്പെടുന്ന പ്രോഡക്റ്റുകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഐഡിയാസ് നമുക്ക് ആമസോണിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് നമ്മൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നെ ഈ സെല്ലിംഗ് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിന്റെ കാൽക്കുലേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടിഷ്ടപ്പെട്ടു, അത് ഒരു മാനുഫാക്ചർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാനായിട്ട് ഉദാഹരണത്തിന് എനിക്ക് 350 രൂപ ചെലവ് വന്നു. പിന്നെ അതിന്റെ കൂടെ ബാക്കിയുള്ള ചെലവുകളെല്ലാം ഞാൻ മുൻകൂറായി തന്നെ ആഡ് ചെയ്യണം, അത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. 350 രൂപ അതിന്റെ ചെലവ് വന്നു. പിന്നെ അത് വിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ GST എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് ആഡ് ചെയ്യണം. ആമസോണിന്റെ ഫീസ്, ഷിപ്പിംഗ് ചാർജ്, അത് പാക്കിംഗ് ചാർജ്, ലേബർ ചാർജ്, അങ്ങനെയൊക്കെയുള്ള ബാക്കി അനാമത്ത് ചെലവുകളെല്ലാം നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു മാർജിൻ വേണമല്ലോ, ലാഭം വേണമല്ലോ, അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൂടെ മാറ്റി വെക്കണം. ഇപ്പൊ ഇതെല്ലാം ഞാൻ 350 രൂപയ്ക്ക് മേടിച്ച പ്രോഡക്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 750 രൂപ ആയി. ഓക്കെ, അപ്പൊ അതിനകത്ത് ലാഭമായിട്ടുണ്ട്, ബാക്കിയുള്ള ചെലവുകളെല്ലാം തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ പ്രോഡക്റ്റിന് 1000 രൂപ MRP ഇട്ടിട്ട് 750 രൂപയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഈ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മൊത്തത്തിൽ പാളിപ്പോകും എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ കാൽക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അല്ലാതെ ചില ആൾക്കാർ പിന്നെ ഈ പിന്നെ 350 രൂപയ്ക്ക് പ്രോഡക്റ്റ് വിറ്റിട്ട് 500 രൂപയ്ക്ക് ആമസോണിൽ വിൽക്കും, വാങ്ങിയിട്ട് പിന്നെ അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന പൈസ വരത്തില്ല, ലാഭമല്ല. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ചെലവുകളൊന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ വിചാരിക്കുന്നത് 350 രൂപയ്ക്ക് പ്രോഡക്റ്റ് വിറ്റ് ആമസോണിൽ 500 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് 150 രൂപ ലാഭം കിട്ടുന്നതാണ്. അങ്ങനെയല്ല, ബാക്കി ചെലവുകൾ ഒരുപാട് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാഭം കൂടെ ചേർത്ത് വേണം നമ്മൾ വിൽക്കാനായിട്ട്. പിന്നെ വീണ്ടും നമ്മൾ ഇപ്പൊ ഞാൻ 750 രൂപയിലെ ലാഭം ഉണ്ടെങ്കിൽ ഞാൻ 1000 രൂപയ്ക്ക് MRP ഇട്ടിട്ട് പിന്നെ വീണ്ടും 750 രൂപ വില കുറച്ച് കാണിക്കുന്ന രീതിയിലാണ് ഞാൻ വിൽക്കുന്നത്. ആ രീതിയാണ് നമ്മൾ പഠിച്ചിട്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ഷിപ്പിംഗ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മൾ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊറിയറിന്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് തന്നെ കൊറിയർ ഉണ്ട്. അവർ വന്നിട്ട് നമ്മുടെ ഷോപ്പിലോ വീട്ടിലോ വന്നിട്ട് എടുത്തുകൊണ്ട് പൊയ്ക്കോളും. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ സ്വന്തം വെബ്സൈറ്റ് വഴിയോ വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ ഒരു കൊറിയറിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ പാക്കേജിംഗ് മെറ്റീരിയൽ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം. നമുക്ക് പിന്നെ കാർട്ടൺ ബോക്സോ പ്ലാസ്റ്റിക് ബാഗോ പേപ്പർ ബാഗോ ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് ആമസോണിന്റെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട്, നമ്മൾ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലർ അക്കൗണ്ടിന് ആമസോൺ സെല്ലർ സെന്റർ എന്ന് പറയുന്ന ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റാർട്ട് സെല്ലിംഗ് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് നമ്മുടെ ബിസിനസിന്റെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇത്രയും ചോദിക്കും. അപ്പോൾ നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അവർ ചോദിക്കുന്ന വിവരങ്ങൾ എൻ്റർ ചെയ്ത് പോവുക. അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും, GST ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മുടെ പ്രോഡക്റ്റിന്റെ GST% എത്രയാണെന്നുള്ളത് ചോദിക്കും, ഷിപ്പിംഗ് അഡ്രസ് ചോദിക്കും, ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കും. അതെല്ലാം ഒന്നായിട്ട് എൻ്റർ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു സെല്ലർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് പിന്നെ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്രൂവലുകൾ എടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ എടുക്കേണ്ട അപ്രൂവൽ, നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ട്രേഡ് മാർക്കിന്റെ അപ്രൂവൽ ആദ്യം ആമസോണിൽ നിന്ന് എടുക്കണം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ കാറ്റഗറി അപ്രൂവലാണ്. കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ നമ്മുടെ FSIയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് പ്രോഡക്റ്റുകളുടെ പേര്, വിവരങ്ങൾ, പിന്നെ അവർ ഒരു അഫിഡവിറ്റ് ഫോർമാറ്റ് തരും, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പൂരിപ്പിച്ചിട്ട് സൈൻ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കാറ്റഗറിയുടെ അപ്രൂവൽ കിട്ടും. മറ്റുള്ള നമ്മളിപ്പം എന്തെങ്കിലും ടോയ്സോ ഫർണിച്ചറോ അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ആക്സറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രൂവലിന്റെ ഇത് കാര്യമില്ല, നമ്മൾ ഡയറക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് അവിടെ ഒരു ബാർകോഡിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അപ്രൂവൽ മാത്രമേ അതിലാവശ്യം വരുന്നുള്ളൂ.
പിന്നെ അടുത്തത് നമ്മൾ പ്രോഡക്റ്റുകൾ അതിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഞാനൊരു പിക്കിള് പിന്നെ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്റെ സ്വന്തം ബ്രാൻഡിൽ വിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പിന്നെ ഫുഡ്വെയർ ഷോപ്പ് നടത്തുകയാണ്. അതിനകത്ത് VKCയുടെ ബാറ്റയുടെ തുടങ്ങിയിട്ട് ഒരുപാട് ഷൂ കമ്പനികളുടെയും ചപ്പൽ കമ്പനികളുടെയൊക്കെ പിന്നെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പം ഈ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകളും എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു ഫുഡ്വെയർ ഷോപ്പ് നടത്തുകയാണ്. അതിലെ പ്രോഡക്റ്റുകളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആൾറെഡി ബാറ്റയുടെ ഷൂറും VKCയുടെ ചപ്പലും ഒക്കെ ഇതിനകത്ത് കാണും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യേണ്ടത് അതിന്റെ പേര്, മോഡൽ നമ്പർ നോട്ട് ചെയ്തിട്ട് ആമസോണിന്റെ സെല്ലർ അക്കൗണ്ടിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് എന്റെ കയ്യിൽ അതെ, ഇപ്പൊ ബാറ്റയുടെ ഒരു ABC3 ആ മോഡൽ ആ ഷൂ എത്ര പീസ് എന്റെ കയ്യിലുണ്ട്, അതിന്റെ MRP എത്രയാണ്, എത്ര വിലക്കാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതിയാകും. എന്നാൽ എന്റേതായിട്ടുള്ള ഒരു അച്ചാറാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ അച്ചാറിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, അതിന്റെ പേര് കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ബുള്ളറ്റ് പോയിന്റ് കൊടുക്കണം, ആ പാക്കറ്റിന്റെ നീളം വീതി വണ്ണം കൊടുക്കണം, വെയിറ്റ് കൊടുക്കണം. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ, ഒരു 10-20 മിനിറ്റ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് അവർ ചോദിക്കും. ഓക്കെ, ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ട് 1 by 1 ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം, നമ്മുടെ മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി പ്രോഡക്റ്റുകൾ ആമസോണിൽ വിൽക്കാനായിട്ട് അവർ അനുവാദം തരുന്നില്ല. അങ്ങനെ വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലർ അക്കൗണ്ട് മൊത്തത്തിൽ അവർ എടുത്തു കളയും ആമസോണിൽ നിന്ന്. ഓക്കെ, പിന്നീട് ആ GST ഉപയോഗിച്ചോ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചോ വേറെ പുതിയ സെല്ലർ അക്കൗണ്ട് തുറക്കാനും സാധിക്കത്തില്ല. ഓക്കെ, അല്ലാതെ നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് വിൽക്കാം, മറ്റുള്ളവരുടെ പ്രോഡക്റ്റുകൾ അവരുടെ വാങ്ങിയിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ട്രേഡ് മാർക്ക് ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റും. എന്നാലും കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് സാധിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾക്ക് ഒരു ആമസോണിൽ ഒരു അക്കൗണ്ട് മാത്രമേ, സെല്ലർ അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇങ്ങനെ കുറെ അധികം പോളിസികൾ ആമസോണിലുണ്ട്. ഇങ്ങനെ 1 by 1 ആയിട്ട് പ്രോഡക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെല്ലർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാം. അതൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തോ മറ്റോ എന്തെങ്കിലും ഒക്കെ പ്രശ്നം വന്നതാണെങ്കിൽ ആമസോണിന്റെ സെല്ലർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അവര് ഫോൺ വഴി കോൺടാക്ട് ചെയ്യാം, ചാറ്റ് വഴി കോൺടാക്ട് ചെയ്യാം, ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം. അപ്പൊ അത് അർജൻസിയുടെ പുറത്തും നമ്മുടെ റിക്വയർമെന്റിന്റെ പിന്നെ വ്യത്യസ്തതയും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ കുറെ അധികം സെറ്റിംഗ്സുകൾ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കുകയും ചെയ്യാം. GST ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ വിവരങ്ങളും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാം. ബാങ്ക് അക്കൗണ്ട് മാറ്റാം, ഷിപ്പിംഗ് അഡ്രസ്സ് മാറ്റാം, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് മാറ്റാം, പ്രോഡക്റ്റ് പ്രൈസ് മാറ്റാം, സ്റ്റോക്ക് മാറ്റാം, ഇമേജസ് മാറ്റാം. എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഡെയിലി ഒരു തവണ ആമസോണിന്റെ ഡാഷ്ബോർഡിൽ ഓപ്പൺ ചെയ്ത് നോക്കണം. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ സെല്ലർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കാലത്ത് ഒരു തവണ നോക്കിയിട്ട് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്തിട്ട് അതിന്റെ ഷിപ്പിംഗ് ലേബലൊക്കെ എടുത്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് റെഡിയാക്കി വെക്കണം. റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ആ അഡ്രസ്സിൽ ഒരു 10-15 മണിയാകുമ്പം ആമസോണിന്റെ കൊറിയർ ബോയ് വന്നിട്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. ഓക്കെ, അല്ലാതെ നമ്മൾ കൊണ്ടു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ അക്കൗണ്ട് ഹെൽത്തിന്റെ കാര്യം പറഞ്ഞത്, അവർക്ക് കുറെ അധികം പോളിസികളുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പൊ ഇതൊരു പ്രത്യേകിച്ച് ട്രെയിനിങ്ങിനൊന്നും ജോയിൻ ചെയ്യാതെ ആൾക്കാർ പിന്നെ സ്വന്തമായിട്ടൊക്കെ പഠിച്ചിട്ട് പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇവരുടെ പോളിസികൾ ഏതെങ്കിലും ഒക്കെ വയലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകാറുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുള്ളത്, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി പ്രോഡക്റ്റുകൾ വിൽക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അത് കൃത്യമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അത് മുമ്പേ പിന്നെ നമ്മുടെ സ്റ്റോക്ക് സീറോ ആക്കി നമ്മൾ മാറ്റണം. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അടുത്തത്, നമ്മൾ ആമസോണിന്റെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാസാമാസം GST ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഡോക്യുമെന്റുകൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് പിന്നെ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പേയ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ 2-3 ആഴ്ചയാകും ആ പ്രോഡക്റ്റിന്റെ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാനായിട്ട്. ആഴ്ചയ്ക്കൊരിക്കലാണ് ആ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക. അത് കൃത്യമായിട്ട് ആമസോണിന്റെ ഫീസും ഷിപ്പിംഗ് ചാർജും ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. പിന്നെ അടുത്തത്, ഉദാഹരണത്തിന് നമ്മളൊരു 100 പ്രോഡക്റ്റ് അയച്ചു,
അതിൽ പിന്നെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് തിരിച്ചു വന്നു. അതിലൊരു പ്രോഡക്റ്റ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് ഡാമേജ് ആയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാറി വന്നു. ഇങ്ങനെയൊക്കെ റെയർ ആയിട്ട് സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള സംവിധാനവും അതിനുള്ള ഫണ്ടും അവർക്ക് അവരുടെ കൈവശം ഉണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ, നമുക്ക് അതിനകത്ത് അഡ്വർടൈസ്മെന്റ് ആമസോണിനുള്ളിൽ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ സെല്ലർക്ക് 2000 രൂപയുടെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 2000 രൂപയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അതിനകത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പുതിയ ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ പിന്നെ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് പേജിൽ തന്നെ വരികയും അങ്ങനെ ഓർഡറുകൾ കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് നമ്മുടെ ആമസോണിന്റെ പേജിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോയിട്ട് അങ്ങനെ പ്രോഡക്റ്റുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഒരു 80% കാര്യങ്ങളും ഒരു തവണ മാത്രം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കി ഒരു 10% കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ 10% കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ. 80% കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡോക്യുമെന്റുകൾ സെറ്റ് ചെയ്യുക, അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 80% കാര്യങ്ങളിൽ വരും. അത് ഒരു തവണ ചെയ്താൽ മതി. പിന്നെ ഒരു 10% കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ സ്റ്റോക്ക് തീർന്നു പോയി, അപ്പൊ വീണ്ടും വന്നു അത് നമ്മൾ വീണ്ടും സ്റ്റോക്ക് ആഡ് ചെയ്യണം. പ്രൈസ് ചേഞ്ച് അത് എന്നും വരത്തില്ലല്ലോ, പ്രൈസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പിന്നെ സേഫ്റ്റി ക്ലെയിം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആമസോണിനെ എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വല്ലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഒരു 10% കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്. അതായത് ഡെയിലി നമ്മൾ ഓർഡർ ഉണ്ടോ എന്ന് നോക്കണം. ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡറുകളെല്ലാം നമ്മൾ പിന്നെ ലേബില് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ, ഒരു 10% കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് ഓൺലൈൻ വഴി പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ട്രെയിനിങ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളത്തിലുള്ള റെക്കോർഡഡ് വീഡിയോസ് ആണ്. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ ആമസോണിലെ പിന്നെ സെല്ലർ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അത് ഓരോ സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കണം, അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കണം, എങ്ങനെ അപ്രൂവലുകൾ എടുക്കണം, ഏതൊക്കെ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ അപ്രൂവൽ എടുക്കണം, എങ്ങനെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം, ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രോസസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ തന്നെ പിന്നെ 6 മാസത്തേക്ക് വാട്സപ്പ് വഴിയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ട്രെയിനിങ്ങിന് ആമസോണിനും ഫ്ലിപ്കാർട്ടിന്റെയും ട്രെയിനിങ് ഇതിനകത്തുണ്ടാവും, ഒറ്റ കോഴ്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ കോഴ്സിനും 9000 രൂപയെങ്കിലും നിങ്ങൾ മിനിമം കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് മൊത്തത്തിൽ 18000 രൂപ വാല്യൂ ഉള്ള കോഴ്സ് ഞാൻ 9000 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഷോപ്പിഫൈയിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഓവറാൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്ന് ഇ കൊമേഴ്സ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 4500 രൂപ മാത്രം പേ ചെയ്താൽ മതി. ഇന്ന് മാത്രമുള്ള ഒരു ഓഫറാണത്. അല്ലെന്നുണ്ടെങ്കിൽ 9000 രൂപയാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടും നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ടെക്നിക്കൽ സ്കില്ലൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80% കാര്യങ്ങൾ ഒരു തവണ മാത്രം ചെയ്താൽ മതി. പിന്നെ കൂടാതെ 6 മാസത്തേക്ക് വാട്സപ്പ് വഴിയുള്ള സപ്പോർട്ടും ഉണ്ടാവും. എപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് കൂടെ അയക്കുക. നിങ്ങൾ ഇതിന്റെ പേജിൽ വരുമ്പോൾ ഇതുമാതിരി ഒരു എറർ കാണിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതാ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ക്ലാസ് അവസാനിക്കുമ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് അയക്കാം. അതോടൊപ്പം തന്നെ ഇനി ആ ക്വസ്റ്റ്യൻസ് കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ,
അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുക, അഡ്വർടൈസ്മെന്റ് അല്ല ഇടേണ്ടത്. ഓൺലൈൻ വഴി വാങ്ങി വിൽക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും വാങ്ങി വിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇന്ത്യ മാർട്ട് പോലെയൊക്കെയുള്ള സൈറ്റുകളിൽ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് മാനുഫാക്ചറുടെ നിന്ന് ഹോൾസെയിലർമാരുടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വിൽക്കാനായിട്ട് സാധിക്കും. ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡിൽ ചെയ്യിച്ച് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഹോംലി ഫുഡ് പ്രോഡക്റ്റിന് പാക്കർ ലൈസൻസ് വേണം. പാക്കർ ലൈസൻസ് നിങ്ങൾ ഷോപ്പുകൾ വഴി വിൽക്കുകയാണെങ്കിൽ പാക്കർ ലൈസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ അടിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ആമസോണും ഫ്ലിപ്കാർട്ടും ഒന്നും ഇതുവരെ ചോദിച്ചു തുടങ്ങിയിട്ടില്ല. എന്നാൽ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. കറണ്ട് അക്കൗണ്ട് ആമസോൺ ഒന്നും കറണ്ട് അക്കൗണ്ട് ചോദിക്കാറില്ല. ഫ്ലിപ്കാർട്ടിൽ ചിലപ്പോൾ കറണ്ട് അക്കൗണ്ട് അവർ നിർബന്ധമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, കറണ്ട് അക്കൗണ്ടിന് അപ്പം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ഒരു 10,000 രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിന് വേറെ ഫോർമാലിറ്റി ഒന്നുമില്ല. MRP ഉള്ളതല്ലേ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ നമുക്കൊരു MRP ഒരു ലേബൽ അടിച്ച് പിന്നെ അതിനകത്ത് ഒട്ടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ ലേബലിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ചെയ്യാൻ പറ്റും. നമ്മള് പിന്നെ എല്ലാ പ്രോഡക്റ്റുകളും പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ 100 രൂപയോ 150 രൂപയോ ഉള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പാടായിരിക്കും. ഓക്കെ, കാരണം അതിന്റെ ഷിപ്പിംഗ് ചാർജ്, ആമസോണിന്റെ ഫീസൊക്കെ വരുമ്പോൾ. എന്നാലും നമുക്ക് ആ 150 രൂപ വരുന്ന പ്രോഡക്റ്റ് തന്നെ ഒരു 3 ബണ്ടിലാക്കിയിട്ട് പിന്നെ 450 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അതിനാണ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കോസ്റ്റിംഗ് നോക്കണം. നമുക്ക് വാങ്ങുന്ന വില, ആമസോണിന്റെ ഫീസുകളെല്ലാം ചേർത്ത് നമ്മുടെ പ്രോഫിറ്റും ഒക്കെ ചേർത്തിട്ട് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള 4-5 പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഓക്കെ, ഇ-കൊമേഴ്സ് മാസ്റ്റർ ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് എന്റെ വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇ-കൊമേഴ്സ് മാസ്റ്റർ ക്ലാസ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പ്രോഡക്റ്റിന്റെ ഫോട്ടോ എടുക്കാൻ സപ്പോർട്ട് ചെയ്യും. അത് നമ്മൾ പിന്നെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകാം. നമുക്ക് സിമിലർ പ്രോഡക്റ്റുകൾ ആമസോണിൽ പോയി നോക്കിയിട്ട് ആ പ്രോഡക്റ്റുകളുടെ ഒരു ഇമേജ് ഒന്ന് നിങ്ങളുടെ പിന്നെ ഫോട്ടോഗ്രാഫറെ കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഫോട്ടോ അവർ എടുത്തു തരും. അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയേ അല്ല. ന്യൂ സെല്ലർ ഓർഡർ കിട്ടാൻ വഴി ഉണ്ടോ? നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം ആമസോണിന്റെ അഡ്വർടൈസ്മെന്റിന്റെ അത് ഉപയോഗിക്കുക, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി നമ്മുടെ പേജിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് പുതിയ സെല്ലേഴ്സിനും പിന്നെ ഓർഡേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആമസോണിന് പലതരത്തിലുള്ള വേറെയും പിന്നെ സംഗതികളുണ്ട്. ആമസോൺ ഓഫർ ഉണ്ട്, പ്രൈം ഉണ്ട്, FBA ഉണ്ട്. ഓക്കെ, അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വരുന്ന കാര്യങ്ങളാണ്. തുടക്കത്തിൽ നമ്മളൊരു ബേസിക് സെല്ലർ ആയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ആമസോണിന്റെ നമ്മുടെ സെയിൽസും നമ്മുടെ പിന്നെ അക്കൗണ്ട് ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അവർ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് താല്പര്യമുള്ളത് ജോയിൻ ചെയ്യാം, താല്പര്യമില്ലാത്തത് ഒഴിവാക്കാം. തുടക്കത്തിലെ നമ്മൾ എങ്ങനെ FBA ആകാൻ പറ്റും, എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് പ്രൈം ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ആമസോൺ ചോയ്സ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്യുക, അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. GST എടുക്കുമ്പോൾ പുതിയ ബാങ്ക് അക്കൗണ്ട് വേണം നിർബന്ധമൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് ഓഫർ എങ്ങനെ, അതൊക്കെ ആമസോൺ കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഓഫർ ഒന്നും നമ്മൾ സെല്ലർമാർ കൊടുക്കുന്നതല്ല. കറണ്ട് ബെസ്റ്റ് മൂവിങ് ഐറ്റംസ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് അതിനകത്ത് നിന്ന് ബെസ്റ്റ് സെല്ലർ ഓരോ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാലും അതിൽ നമ്മൾ ആമസോണിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് സെല്ലേഴ്സ് കാണാൻ പറ്റും. അതിൽ നമുക്ക് കാറ്റഗറി വെച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അധികം സമയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഇത് പിന്നെ പരിഗണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതെന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിലും അത് ഒരു പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ മറ്റോ ഒക്കെ നോക്കി ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ പരിഹരിച്ചു തരാനുള്ള ഒരാളുണ്ടാവത്തില്ല. അങ്ങനെ ഒരാളുണ്ടാവുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഡോക്യുമെന്റുകളെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക, അത് അഡ്വർടൈസ്മെന്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പിന്നെ പ്രോഡക്റ്റ് പേജിലേക്ക് കൊണ്ടുവരിക.
വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പതുക്കെ പതുക്കെ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഒരു 1-2 ഓർഡറുകളായിരിക്കും വരിക, പിന്നെ 5-10 ആക്കാം. അങ്ങനെ പതിയെ പതിയെ നമുക്ക് സെയിൽസ് ഇംപ്രൂവ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യം ആമസോണിൽ തുടങ്ങുക, പിന്നെ ഫ്ലിപ്കാർട്ടിലൂടെ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇ കൊമേഴ്സ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക.